നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പേഴ്സണാലിറ്റി ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് സ്വീകാര്യനാണ്. വളരെ വലിയൊരു ഫിലിം സ്റ്റാർ ആണ്. ഡയറക്ടർ, പ്രൊഡ്യൂസർ. നിങ്ങൾ ഇദ്ദേഹത്തെ ഓരോ രൂപത്തിലും, അതായത് ധർമാത്മാവിന്റെ രൂപത്തിലും ദയാവന്റെ രൂപത്തിലും നിങ്ങൾ കണ്ടു കാണും. ജാബാസ് പിന്നെ കുർബാനി രൂപത്തിലും കണ്ടു കാണും. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ പല രീതിയിലുള്ള ചർച്ചകളാണ് ഇവിടെ ഉണ്ടായത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ഗവൺമെന്റ് ഇദ്ദേഹത്തെ പാകിസ്ഥാനിലോട്ട് വരാത്ത രീതിയിൽ ബാൻ ചെയ്തു. ഇന്നത്തെ വിചാരണ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും. വരൂ, ആ അതിഥിയെ നമുക്കിപ്പോൾ സ്വാഗതം ചെയ്യാം. പ്രശസ്ത സിനിമാ താരം ഫിറോസ് ഖാൻ ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ്, ജനങ്ങളുടെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള അതിനുള്ള അനുവാദം നൽകുകയാണെങ്കിൽ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വിചാരണ ആരംഭിക്കുവാനായി ഈ നീതിപീഠം അനുവാദം തേടുന്നു. ആപ്കി അദാലത്തിൽ ഫിറോസ് ഖാനെതിരായിട്ടുള്ള കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫിറോസ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയ സമയത്ത് അദ്ദേഹം സ്വയം അപമാനിതനായി എന്നുള്ളതാണ്. ഫിറോസ് ഖാൻ സർ, തങ്ങളുടെ സഹോദരനായ അക്ബറിന്റെ താജ്മഹൽ എന്ന സിനിമ കാണിക്കുമെന്ന് പാകിസ്ഥാനിലുള്ളവർക്ക് സത്യം ചെയ്തിരുന്നു. ആ പേരിലാണ് താങ്കൾ പാകിസ്ഥാനിലേക്ക് പോയത്. പക്ഷേ ആ പ്രോഗ്രാമിൽ താങ്കൾ വലിയൊരു കലാപമാണ് അവിടെ ഉണ്ടാക്കിയത്. അവിടെ ഇരുന്ന ഒരു ആങ്കറിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ മീശയെടുത്ത് നിങ്ങളുടെ വായി തന്നെ ഇടുമെന്ന് താങ്കൾ പറഞ്ഞു. രജിത് സാർ, ഇത് മുഴുവനായിട്ടും തെറ്റായ കാര്യങ്ങളാണ്. ഞാനും ആങ്കറുമായിട്ട് യാതൊരു മീറ്റിംഗും നടന്നിട്ടില്ല. ആ ആങ്കറിന്റെ പേര് വന്നിട്ട് ഫസ്ലൂർ റഹ്മാൻ, ഫക്രിയാലം. അവരെ ഞാൻ കണ്ടത് ഏകദേശം 1 മിനിറ്റ് മാത്രമേ ഉണ്ടാകൂ. അവർ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അയാള് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം താങ്കളുടെ അടുത്ത് വന്ന് മൈക്രോഫോൺ, ക്യാമറ എടുത്ത് വന്ന് സംസാരിക്കാൻ പറഞ്ഞു എന്നുള്ള കാര്യം? അതെ, പറഞ്ഞു. അവര് എല്ലാവരുടെ അടുത്തും പോകുമായിരുന്നു. ആദ്യം എൻ്റെ ചേട്ടൻ അക്ബർ ഖാന്റെ അടുത്ത്, കാരണം അദ്ദേഹം പ്രൊഡ്യൂസർ ഡയറക്ടറാണ്. അതിനുശേഷം അയാൾ എൻ്റെ അടുത്ത് വന്നു. എനിക്കപ്പോൾ മനസ്സിൽ എന്താണ് വന്നത് അത് ഞാൻ പറഞ്ഞു. അത്രത്തോളം ദേഷ്യം വരുന്ന രീതിയിൽ താങ്കൾ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനൊരു ഇന്ത്യൻ ആയിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നാണ്. ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ലോകത്തിൽ ഇന്ത്യയാണ് ഏറ്റവും അധികം സെക്യുലറായ സ്ഥലം. അതായത് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, അതായത് മതവ്യത്യാസങ്ങൾ, അതാണ് സമുദായങ്ങൾക്ക് സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലും നടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ വേറെ ചില നാട്ടിലും നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഒരിക്കലും പാകിസ്ഥാനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഓപ്പൺ ഹാർട്ടായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ നാടെന്ന രീതിയിൽ മുസ്ലിം പ്രസിഡന്റ്, പിന്നെ സിഖ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു കാര്യം ലോകത്ത് എവിടെയുമില്ല എന്ന് പറഞ്ഞു. താങ്കൾ ഇന്ത്യയെ ഒരു സെക്യുലർ രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ സിഖുകാരൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, പ്രസിഡന്റ് ഒരു മുസ്ലിം ആയിരുന്നു. അതൊക്കെ പാകിസ്ഥാൻകാർക്ക് ഇഷ്ടപ്പെടാതെ പോയോ? എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല അവർക്ക് എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടാത്തതെന്ന്. നമ്മൾക്കത് അഭിമാനം തന്നെയല്ലേ. ഒരു ഇന്ത്യനായിട്ട് ഞാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. ഇതിനു മുന്നേ ഒരു മുസ്ലിം പ്രസിഡന്റും ഉണ്ടായിരുന്നു ഇവിടെ, ചീഫ് മിനിസ്റ്ററായിട്ടും ഉണ്ടായിരുന്നു ഇവിടെ, എന്തിന് ചീഫ് ജസ്റ്റിസുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പാകിസ്ഥാനിൽ മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്നു എന്നും താങ്കൾ പറഞ്ഞിരുന്നു. ഞാനപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, രജിത് സാർ, സോഷ്യൽ അൺട്രസ്റ്റ് കാരണം, മതവ്യത്യാസങ്ങൾ കാരണം കൊണ്ട് ലഹളയും കലാപങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇത് എൻ്റെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞേ? ഞാൻ എൻ്റെ നാട്ടിൽ നടക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യമല്ല, ലോകത്ത് മുഴുവനും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. താങ്കൾ പാകിസ്ഥാനിലേക്ക് പോയി അവിടെയുള്ള ഓഡിയൻസിന്റെ മുൻപിൽ, ക്യാമറയുടെ മുൻപിൽ ഇത്രത്തോളം സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു. അത് എല്ലാം സത്യമാണ്. പക്ഷെ ഇത്ര ധൈര്യമായിട്ട് താങ്കൾ പറഞ്ഞല്ലോ. സത്യങ്ങൾ കൈപ്പേറിയതായതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ തന്നെ പറയും. ഞാൻ അറിഞ്ഞത് ആ സത്യങ്ങൾ അത്രത്തോളം കൈപ്പേറിയതായതുകൊണ്ടാണ് താങ്കളുടെ മുന്നിലുണ്ടായിരുന്ന ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയത്. അതായത് ഫക്കുൽ ആലം വന്നിട്ട് ഞാൻ സംസാരിച്ച് തീരുന്നതിന് മുന്നേ തന്നെ പോവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്ക്, ഞാനിതുവരെ എൻ്റെ സ്പീച്ച് ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും 2-3 കാര്യങ്ങൾ പറയാനായിട്ട് വിചാരിച്ചു, അതെല്ലാം പറഞ്ഞു. അതിനുശേഷം അവർ വന്നിട്ട് കബീർ ബേദിയുടെ അടുത്ത് പോയി, സഞ്ജയ് ഖാൻ, ശത്രുഘ്ൻ സിൻഹ, അവിടെ എല്ലാ സിനിമ പേഴ്സണാലിറ്റീസിൻ്റെ കൂടെ ഫർദിൻ ഖാൻ, പിന്നെ മനീഷ കൊയ്രാളയുടെ അടുത്തും പോയി. മനീഷയുടെ അടുത്ത് പോയി, നിങ്ങൾ എന്തുകൊണ്ട് അത്ര നെർവസ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു. മനീഷ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. പാവം മനീഷ വന്നിട്ട് വളരെ കാമായിട്ടുള്ളൊരു കൊച്ചാണ്, വളരെ നല്ല കുട്ടി, അതുമല്ല സിനിമയിലെ പ്രധാനപ്പെട്ട സ്റ്റാറുമാണ്.
രജിത് സാർ, നമ്മളെല്ലാം അവിടെ ഒരു ഗസ്റ്റായിട്ടാണ് പോയത്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ചോദിക്കാൻ ഒരു ആങ്കറിന് ഒരു റൈറ്റ്സും ഇല്ല. അതുമല്ല, നിങ്ങൾ മൂവിയിലൊന്നും ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. എനിക്കാ കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടതേയില്ല. ഞാൻ ആളുടെ അടുത്ത് നേരിട്ട് പോയി എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് ചോദിക്കാനാ വിചാരിച്ചേ. അവർ വളരെ നല്ലൊരു ആക്ട്രസ്സാണ്, ടോപ്പ് സ്റ്റാറുമാണ്. അവർ നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഇതെനിക്ക് അയാളോട് ചോദിക്കാനായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ടേബിളിലോട്ട് എഴുന്നേറ്റ് വേറൊരാളോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. അയാൾ എൻ്റെ പാകിസ്ഥാനി ഫ്രണ്ടാണ്. അയാളുടെ പെർമനൻറ്റ് സിറ്റിസണായിട്ട് ജീവിക്കുന്നു. എൻ്റെ അടുത്തിരുന്ന ആളോട് മറ്റേ ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ടേബിൾ വിട്ട് എഴുന്നേറ്റ് പോയി. ആള് എന്തിനങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ പോയിട്ട് എൻ്റെ ചേട്ടൻ്റെ കൂടെ ചേർന്നു. താങ്കൾ സിനിമയിൽ അഭിനയിച്ച ക്യാരക്ടറൊക്കെ അവർ കണ്ടു കാണും, അതുകൊണ്ട് ചിലപ്പോൾ പേടിച്ചു പോയി. അങ്ങനെ രജിത് സാർ എന്നെപ്പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വരും. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കരുണയുള്ളത് എനിക്കാണെന്ന് എനിക്കറിയാം. അവർ മനീഷ കൊയ്രാലയുടെ അടുത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രത്തോളം ദേഷ്യം വന്നത്. ആൻഡ് താങ്കളുടെ ആ ദേഷ്യം കണ്ട് പേടിച്ചാണ് ആ ആങ്കർ അവിടെ എവിടെയായിട്ടൊക്കെ ഓടിയത്. ഇല്ല, ശരിക്കും എന്താ നടന്നതെന്ന് വെച്ചാൽ അയാളുടെ സ്പീച്ച് കഴിഞ്ഞിട്ട് അയാൾ ബാക്ക് സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ ഞാൻ അയാളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ അപ്പം തന്നെ അവിടെ നിന്ന് പോയി. അതിനുശേഷം അയാൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് സ്കഫിൽ വന്നത്, ഞാനും അയാളുമായിട്ട് അടി നടന്നത്, ഇതെല്ലാം വളരെയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, താങ്കൾ അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റൊക്കെ തകർത്തെന്ന്. ഇപ്പം നിങ്ങൾ തന്നെ നോക്ക്, ഒരു ചെറിയ കാര്യത്തെ എത്രത്തോളം വലുതാക്കിയിരിക്കുന്നുവെന്ന്. ഈ കഥ എവിടെ ആരംഭിച്ച് എവിടെ തീരാൻ പോകുന്നെന്ന് ഓർത്ത് ഞാൻ വേവലാതിപ്പെടുകയാണ്. ഇവിടെ ഓരോ ദിവസവും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇളക്കി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പാകിസ്ഥാൻ ന്യൂസ് പേപ്പറിൽ ഈ ന്യൂസ് വന്നിരുന്നു. അതായത് താങ്കളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ താങ്കൾ കുറച്ചധികം മദ്യപിച്ചിരുന്നു എന്നുമായിരുന്നു അവർ എഴുതിയിരുന്നു. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം 2 ഗ്ലാസ് ഷാമ്പെയിന് കുടിച്ചിരുന്നു. അതിൽ തെറ്റ് പറയാനായിട്ട് ഇപ്പം ഒന്നുമില്ല. എല്ലാവർക്കും ഷാമ്പെയിന് സെർവ് ചെയ്തിരുന്നു. അവിടെ വന്ന എല്ലാ ഗസ്റ്റും ഷാമ്പെയിനും കുടിച്ചിരുന്നു. ഞാനും കുടിച്ചു, പാകിസ്ഥാനിൽ നിന്നുള്ളവരും കുടിച്ചു. എല്ലാവരും എൻജോയ് ചെയ്ത് നല്ലൊരു പ്രീമിയറും കണ്ടു. അതിനുശേഷം പാർട്ടിക്കും വരികയുണ്ടായി. പക്ഷേ ഈ കാര്യം സത്യമാണോ? വഴക്ക് അതിന്റെ ഉച്ചത്തിലെത്തി ശത്രുഘ് സിഗ്ന വന്ന് താങ്കളെ സമാധാനപ്പെടുത്തിയെന്നൊക്കെ ഞാൻ കേട്ടു. ശത്രു അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റതേയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ശത്രുവിനോട് ചോദിച്ചു നോക്കാം. അതുമല്ല, ശത്രു എൻ്റെ വലിയൊരു കൂട്ടുകാരനുമാണ്. ഞങ്ങൾ രണ്ടുപേർക്കുമിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കശ്മാ കഷ് എന്ന് പറയുന്നൊരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനെപ്പോഴും ബിഹാരി പട്ടാൻ എന്നാണ് വിളിക്കാറ്. ശത്രുഘ്ൻ സിൻഹയെ. അതായത് ഞങ്ങൾ അറിഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ലെന്നാണ് താങ്കൾ പറയുന്നത്. ചെറിയ കാര്യം വലുതാക്കിയെന്ന് താങ്കൾ പറയുന്നു. അതെ, ഒരുപാട് വലുതാക്കിയിരുന്നു. അതാണ് സത്യം. ആ പ്രശ്നം എത്രത്തോളം വലുതായെന്ന് വെച്ചാൽ താങ്കളെ പാകിസ്ഥാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തതായിട്ടാണ് എല്ലാ പത്രങ്ങളിലും എഴുതിയത്. രായ്ക്ക് രായമാനം അവിടെ നിന്ന് പുറപ്പെടാനും പറഞ്ഞെന്ന് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് വന്നത് രജിത് സാർ. ഞാനാദ്യം നിങ്ങളുടെ അടുത്ത് അവിടെ എന്താ നടന്നെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 24-ൻ്റെ അന്ന് റീച്ചായി, പ്രസ് കോൺഫറൻസ്, അങ്ങനെ എല്ലാം നടന്നു. 25-ൻ്റെ അന്നും പ്രസ് കോൺഫറൻസ് അതൊക്കെ തന്നെയാണ് നടന്നത്. 26-ൻ്റെ അന്ന് പ്രീമിയർ ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടിയും നടന്നു, ഗോൾഡ് ക്ലബ് പാർട്ടി. ആ പാർട്ടിയിലാണ് ഈ കാര്യം നടന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഡെലിഗേഷൻ കറാച്ചിയിലോട്ട് പോയി. കറാച്ചിയിലെ വേറൊരു പ്രീമിയർ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രി 2 മണിയായി. ഞാൻ അക്ബറിനോട് പറഞ്ഞു, ഞാൻ അവിടെ വരേണ്ട കാര്യമുണ്ടോ? ഞാൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ്. നാളെ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ പർവേഷ് ചൗധരി ലാഹി റെഡ് ഫോർട്ടിലേക്ക് വരാനായിട്ട് ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ നിങ്ങൾ വരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നിങ്ങളുണ്ട്, പിന്നെ ശത്രുഘ്ൻ സിൻഹയുണ്ട്, കൂടെ ഫർദിൻ ഖാനും ഉണ്ട്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും, അതാണ് ഞാൻ പറഞ്ഞത്. അവരെല്ലാവരും രാവിലെ പോയി. അന്ന് രാത്രി ഞാൻ റെഡ് ഫോർട്ടിലോട്ടും പോയി. എനിക്ക് റെഡ് ഫോർട്ടിൽ എത്രമാത്രം റെസ്പെക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ, രജിത് സാർ, ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്, വളരെ പവർഫുൾ സ്റ്റേറ്റിൻ്റെ ലീഡർ ചൗധരി, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ എക്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, എല്ലാ നാട്ടിൽ നിന്ന് വന്ന 50 അംബാസിഡർ, ആൾമോസ്റ്റ് എല്ലാ MPs, പിന്നെ സെനറ്റേഴ്സ്, പിന്നെ പഞ്ചാബ് അസംബ്ലിയുടെ മെമ്പേഴ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഓഡിയോ, ലൈറ്റിംഗ്, സൗണ്ട്സ്, അങ്ങനെ എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം വളരെ മനോഹരമായൊരു സ്ഥലം. നമ്മുടെ ഫതേപൂർ സിക്രിയുടെ അത്ര വന്നില്ലെങ്കിൽ പോലും അത് വളരെ മനോഹരമായൊരു സ്ഥലം. സോ ആ പ്രോഗ്രാം എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ അടുത്താണിരുന്നത്, അദ്ദേഹം ഇവിടെ ഇരുന്നു, ഞാൻ അവിടെ ഇരുന്നു. ഫിറോസ് സാർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചൗധരി സാർ, ഇത് ശരിയല്ല, ആദ്യം നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞു. ആ സ്റ്റേജിൽ എനിക്ക് അത്രമാത്രം റെസ്പെക്റ്റ് എല്ലാവരും തന്നു. ഞാനല്ലാതെ അവിടെ വേറെ ആരും സംസാരിച്ചില്ല. അതായത് ആ പ്ലാറ്റ്ഫോമിൽ അത്രമാത്രം എനിക്ക് കയ്യടികളും കിട്ടി. അതായത് ഞാനവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു ഫീലിംഗ്, വാജ്പേയി സാറ് ക്രിക്കറ്റ് ഇല്ലാതെ തുടങ്ങിയത്, അതിന് പ്രസിഡന്റ് മുഷറഫ് റെസ്പോണ്ടും ചെയ്തു.
ഞാൻ എപ്പോഴും പ്രസിഡന്റിനെ റെസ്പെക്ട് ചെയ്തിരുന്നു. അദ്ദേഹം വെറുമൊരു മിലിറ്ററിമാൻ മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ. പ്രസിഡന്റ് മുഷറഫ് ഒരു സ്റ്റേറ്റ്സ്മാനാണ്. പിന്നെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം പാകിസ്ഥാനിൽ ചില ഹാർഡ് ലൈൻ എലിമെൻറ്റ്സ് ഉണ്ടെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം പരമാവധി ശ്രമിച്ചുകൊണ്ട് രണ്ട് നാടിൻ്റെയും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ രണ്ട് നാടുകളും ഒന്നായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ശേഷം ഏറ്റവും വലിയ ശക്തി ഈ നാട് തന്നെയായിരിക്കും. മുഷറഫിന്റെ സൈഡിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ട് ഈ ന്യൂസ് പേപ്പറിൽ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് രജിത് സാർ, ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഈ കാര്യം ഏത് രീതിയിലാണ് അവിടെ പോയി എത്തിച്ചേർന്നതെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പേപ്പറിലും ഉണ്ടായിരുന്നു, അബ്ബാസ് നഖ്വി പറഞ്ഞു ഫിറോസ് ഖാൻ വന്നിട്ട് ട്രൂ നാഷണലിസ്റ്റ് എന്ന്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ വേറൊരു കാര്യവും പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ വെറുപ്പിൽ നിന്ന് ഉണ്ടായ നാടാണെന്ന്. അത് ഫിറോസ് ഖാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അവിടെ പോയ ഇന്ത്യൻ മുസ്ലിംസിനോട് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ സ്പീച്ചെല്ലാം ഡോക്യുമെന്റഡ് ആണ്. എല്ലാത്തിലും പ്രൂഫുണ്ട്. അത് ക്യാമറയിലും ഉണ്ടല്ലോ. അത് ഇവിടെയുള്ള ന്യൂസ് പേപ്പേഴ്സ് വളരെ വലുതാക്കി കാണിച്ചു. മീഡിയ ഇവിടെ നിന്നെടുത്ത് അവിടെ പോയി കാണിച്ചു. അതിനുശേഷം അത് കറങ്ങി 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 പ്രസിഡന്റിന്റെ അടുത്ത് വരെ പോയി. താങ്കൾ പാസ്പോർട്ട് എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ, എന്നെ ഒന്ന് കാണിക്കാൻ സാധിക്കും? എല്ലാവരും ഒന്ന് കാണട്ടെ. നന്നായിട്ട് തന്നെ നോക്ക്. ഇത് ഡൽഹിയിൽ വന്നൊരു ന്യൂസാണ്. അത് 29th വന്നൊരു ന്യൂസ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതെന്റെ പാസ്പോർട്ടാണ്. പേപ്പർ വെച്ച് എടുത്തോണ്ട് വന്നേ. ടൈം വേസ്റ്റ് ആകാൻ പാടില്ലല്ലോ. ജഡ്ജിയെ എടുത്ത് കൊടുക്കാം, അദ്ദേഹം കാണട്ടെ. അത് വന്നിട്ട് 6th, 7th, 10th ആ പേജുകളുണ്ടാവും. 38th പേജ് സർ. 38 April 2006. ഇപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഇതിൽ ലാഹോർ എൻട്രി ഉണ്ട്. അത് 29 മാർച്ചിനാണ് 2006. അവിടെ നിന്ന് അദ്ദേഹം ഡിപ്പാർച്ചർ ആയതാണ് 30th April ഡിപ്പാർച്ചർ ആയതാണ് 2006. അതിനുശേഷം അതേ ദിവസം അദ്ദേഹം ദുബായിൽ പോയിട്ടുണ്ട്. ആ എൻട്രി ഡേറ്റും ഇതിനകത്ത് ഉണ്ട്. അതായത് ആ ദിവസം ഇദ്ദേഹം ദുബായിൽ 30th April ദുബായിൽ എൻട്രി ഇദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്തതായിട്ട് വന്ന സന്ദേശങ്ങൾ തെറ്റാണ്. പാസ്പോർട്ടിനകത്ത് എല്ലാ സത്യങ്ങളും ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് സത്യമാണ്. താങ്കളെ ഡീപ്പോർട്ട് ചെയ്തില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു ഓർഡർ ഇട്ടിരിക്കുകയാണ്. ആ ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ആ ഓർഡറിൽ അവർ പറയുന്നത് ഫിറോസ് ഖാനെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. താങ്കളുടെ എൻട്രി തടഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. അതായത് രജിത് സാർ, അത് അവരുടെ നാടാണ്. ഞാനെന്താ പാകിസ്ഥാനിൽ സെറ്റിലാകാൻ പോകുന്നു എന്നാണ് ചോദിച്ചേ? എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് നാടുകളും കൾച്ചറൽ ആസ്പെക്റ്റിൽ ഒരുപാട് ഇനിയും അടുക്കണം. കാരണം കൾച്ചറൽ അംബാസഡർ എന്ന് പറയുന്നത് നാടിന് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അത് ഗവൺമെൻറ് മനസ്സിലായെന്നാ തോന്നുന്നത്. ആ ഒരു ആഗ്രഹത്തോടെയാണ് ഞാനവിടെ പോയത്. എനിക്ക് ആ റെസ്പെക്റ്റും അവിടെ നിന്ന് കിട്ടി. ഈ കാര്യം ഉണ്ടല്ലോ, അത് ഞാൻ പറയാം. ചീഫ് അസംബ്ലിയിൽ സംസാരിക്കാൻ പോലും എനിക്ക് അവിടെ നിന്ന് അവസരം തന്നു. എനിക്ക് ആ രീതിയിൽ അവിടെ നിന്ന് റെസ്പെക്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഈ കാര്യത്തെ വെച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ പ്രസിഡന്റായിട്ട് മുഷറഫ് സാറുണ്ട് അവിടെ. അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഹെഡ്ലൈൻ ആയിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ എത്രത്തോളം പുകഴ്ത്തിയാണ് സംസാരിച്ചിരിക്കുന്നത്, ഞാനത് കണ്ടിരുന്നു ആ പേപ്പർ. അതെ, കയ്യോടെ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കൾ പാകിസ്ഥാനെ പ്രശംസിച്ചു, മുഷറഫിനെ പ്രശംസിച്ചു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലെ ഒരു വാക്കുപോലും താങ്കൾ പറഞ്ഞില്ല. പക്ഷേ അവരുടെ TV ചാനലുകളിൽ താങ്കളെ കളിയാക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതായത് അറിയാതെ അവരെ റെസ്പെക്ട് എനിക്ക് തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഞാൻ നന്ദിയും പറയുന്നു. ഞാൻ വേണമെങ്കിൽ ആ ക്ലിപ്പ് താങ്കളെ ഇട്ട് കാണിക്കാം. ഞാനും കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയതാ. कहते हैं कि शराब पी के आदमी सच बोलता है. मैंने शराब नहीं पी, इसलिए मैं सच बोल रहा हूँ. समझ गए ना? देखिए, मैं असल में गुस्से में हूँ. उस पॉप स्टार ने मेरी इंसल्ट की है. हिंदुस्तान से हम यहाँ आए थे. आप हमारे मेहमान हैं, हम आपके मेहमान हैं. क्या फर्क पड़ता है? सब चलता है. असल में मुगलों का ये वार, ये हमला कुछ नाकाम हो गया, क्योंकि ये ताजमहल शाहजहां ने नहीं, अकबर ने बनवा दिया. अकबर बादशाह नहीं, अकबर खान. इसमें मलका नूरजहां की पोती सोनिया जहां मुमताज महल बनी है. मैं खुद कंफ्यूज्ड हूं. क्या कह रहा था कुछ पता नहीं. मैं तो चाहता हूं प्यार दो, प्यार लो, प्यार दो, प्यार लो. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാൻ മദ്യപിച്ചിട്ടില്ല,
താങ്കൾ മദ്യപിച്ചതായി ഇൻഡിക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിരിക്കുകയാണ്. അതെ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൺഫ്യൂസ് ആയിട്ടില്ലെന്ന് താങ്കൾ പറയുന്നത് പോലെ അപ്പോൾ കൺഫ്യൂസ് ആയതുപോലെ കാണിക്കണം. അതായത് ഞാൻ കുടിക്കാറുണ്ട്. ഷാമ്പയിൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും, ഇടയ്ക്കൊക്കെ വൈനും കുടിക്കാറുണ്ട്. ഞാനന്ന് ആ പ്രോഗ്രാമിൻ്റെ അന്ന് കുറച്ച് ഷാമ്പയിൻ കുടിച്ചിരുന്നു. അതിനും ഇതിനും യാതൊരു ബന്ധവുമില്ല, ആ ഇൻസിഡൻറ്റിനും ഇതിനും. ശരിക്കും പറയുകയാണെങ്കിൽ ആ സംഭവത്തെ അയാൾ വന്നിട്ട് വളരെയധികം വലുതാക്കി. അതായത് പറയുകയാണെങ്കിൽ പോർട്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ താങ്കൾ നന്നായി മദ്യപിച്ചിട്ട് അയാളുടെ പിന്നാലെ ഓടുന്നു, അയാളെ അടിക്കുന്നു, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അയാൾ പേടിച്ച് ഓടുന്നതും കാണിക്കുന്നു. അങ്ങനെ നടന്നിരുന്നെങ്കിൽ എൻ്റെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തേനെ. ഞാൻ അവരുടെ നാട്ടിലല്ലേ അപ്പോൾ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അയാൾക്ക് ഞാൻ 2 അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അയാളുടെ നാട്ടിലാണുള്ളത്, അവരെന്നെ അറസ്റ്റ് ചെയ്തേനെ. പിന്നെ വേറൊന്നും പറയുന്നുണ്ട്. ഞാൻ വളരെ മദ്യപിച്ച നിലയിലായിരുന്നു. ഞാൻ അയാളുടെ അലവിൽ 1-2 അടിയും കൊടുത്തെന്ന് പറയുന്നു. നിങ്ങൾ തന്നെ പറയും, ഇങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ ഇതൊരു റീസൺ ആയിട്ട് എടുക്കാൻ സാധിക്കുമായിരുന്നോ രജിത് സാർ? ഇക്കാര്യം സത്യമാണോ? അതായത് ആ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ധാരാളം പേര് അവിടെ ഉണ്ട്. അവിടെ അക്ബർ ഖാൻ ഉണ്ടായിരുന്നു, സഞ്ജയ് ഉണ്ടായിരുന്നു, ശത്രു ഖാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മഹേഷ് ഭട്ടും ഫർദീൻ ഖാനും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും താങ്കൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് താങ്കളോട് ദേഷ്യപ്പെട്ടോ? അവര് ദേഷ്യത്തോടായിരുന്നില്ല, എൻ്റെ മേലൊരു കൺസെൻറ്റോടുകൂടെ ആയിരുന്നത്. അതായത് മോശമായിട്ടിരിക്കുന്നതിനേക്കാളും മോശപ്പേര് വാങ്ങുന്നത് വളരെ മോശമാണ്. മോശപ്പേര് വാങ്ങുന്നത് മോശമാണെന്ന് പറയാറുണ്ട്. അവരാണെങ്കിൽ ഒരുപാട് പേടിച്ചു പോയി. ഇയാളാണെങ്കിൽ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വളരെ സമാധാനപ്രിയരാണ്. അവരെന്താ എന്നെക്കുറിച്ച് ഓർത്ത് പേടിച്ചെന്ന് വെച്ചാൽ ഞാൻ അയാളുടെ അടുത്ത് പോയി അയാളെ വഴക്കും പറഞ്ഞ് 2 കൊടുക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവർ അക്ബർ ഖാൻ്റെ അടുത്ത് പോയി. ഖാൻ സാർ ഒരുപാട് ദേഷ്യത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ റെപ്യൂട്ടേഷൻ എന്നെക്കാളും മുന്നേ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെപ്പറ്റി അറിയാത്ത ജനങ്ങൾ ഇയാൾ വളരെ ക്രൂരനാണെന്ന് പറയും, എന്നോട് സംസാരിക്കാൻ തന്നെ പേടിക്കും. പക്ഷേ എൻ്റെ കൂടെ ക്ലോസ് ആയിരിക്കുന്നവർ അവർക്കറിയാം ഈ ലോകത്തിലെ തന്നെ ഞാൻ ഏറ്റവും വലിയ സമാധാനപ്രിയനാണെന്ന്. ഞാനങ്ങനെ മോശമായൊന്നും ചെയ്യാറുമില്ല. എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ എപ്പോഴും സിൻസിയർ ആയിരിക്കും. ഈ ലോകത്തിൽ തന്നെ ഇതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. താങ്കളുടെ റെപ്യൂട്ടേഷൻ അങ്ങനെയായിരുന്നു. അതായത് ഫിറോസ് ഖാന് ദേഷ്യം വരും, അത് വളരെ വേഗത്തിലായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു വലിയ ലിസ്റ്റ് തന്നെ എന്റെ പക്കലുണ്ട്. അതിനു മുൻപ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് ഫിറോസ് ഖാനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ട് ഇത്ര വലിയ ദേഷ്യം വരുന്നു, വളരെ വേഗത്തിൽ എന്തുകൊണ്ട് വരുന്നു നമുക്ക് ചോദിക്കാം. ആപ്കി അദാലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടർ, സ്റ്റാർ ഫിറോസ് ഖാനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആക്ടർ ഫിറോസ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് വളരെ വേഗം ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. ഫിറോസ് ഖാൻ സാർ, താങ്കളുടെ റെപ്യൂട്ടേഷനാണിത്. ഇതിന്റെ സത്യം എന്താണെന്ന് പറയൂ. വളരെ തിളയ്ക്കുന്ന രക്തമാണ്. ആരെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നു. അതായത് രജിത് സാർ, എൻ്റെ അച്ഛൻ വന്നിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്ന ആളാണ്. എന്നെ കൈ കൊണ്ടിങ്ങനെ പിടിച്ച് കമ്പെടുത്ത് നല്ലതുപോലെ അടിക്കും. 13 വയസ്സിലെ തന്നെ ഞാൻ ഒരുപാട് കുസൃതിയൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ വന്നിട്ട് നല്ല സ്ട്രിക്റ്റാണ്. പക്ഷേ രാത്രി സമയത്ത് അദ്ദേഹം തല മുതൽ കാല് വരെ നല്ല സ്നേഹം കാണിക്കും. എന്നെ എന്തിനെങ്ങനെ അടിക്കുന്നതെന്ന് ആലോചിച്ച് എനിക്ക് അദ്ദേഹത്തോട് വളരെ ദേഷ്യമായിരുന്നു. ഹെഡിറേറ്ററി എന്നൊന്നുണ്ടല്ലോ, അച്ഛൻ്റെ ദേഷ്യം എന്തായാലും മോനും ഉണ്ടാവുമല്ലോ. അതെനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ എഫക്റ്റ് എന്തായാലും മോനും കിട്ടുമല്ലോ. 13 വയസ്സിൽ തുടങ്ങിയ ഈ കുസൃതി കാരണം താങ്കൾക്ക് നിറയെ അടിയും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും താങ്കളുടെ കുസൃതിക്ക് ഈ പ്രായത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. അതായത് മനുഷ്യൻ പതിയെ പതിയാണ് എല്ലാം പഠിക്കുന്നത്. അനുഭവം തന്നെയാണ് മനുഷ്യൻ്റെ ഒരു ഗുരു. ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അറിവ് തേടാനുള്ള ആഗ്രഹം, വിദ്യാഭ്യാസം ആൻഡ് ദൈവത്തിൻ്റെ അനുഗ്രഹം, ഈ 3 കാര്യങ്ങളാണ് എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനൊരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. പക്ഷേ ഞാൻ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ജീവിതത്തെ ഞാൻ നോക്കിക്കണ്ട രീതി. ദേഷ്യം താങ്കൾക്ക് മാത്രമേ വരുള്ളൂ, അതോ അക്ബറിനും സഞ്ജയ് ഖാനും ദേഷ്യം വരുമോ? ഇല്ല, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്നാലും ഞങ്ങളുടെ കോപമെല്ലാം സോഡ പോലെ പെട്ടെന്നങ്ങ് തീരും. 1 സെക്കൻഡ് കൊണ്ട് കയറും, 1 സെക്കൻഡ് കൊണ്ട് ഇറങ്ങും. അതാണ് ഞങ്ങൾ. താങ്കൾ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് അക്ബർ ഖാൻ ശരിക്കും ദേഷ്യത്തിലായിരുന്നു. ഇദ്ദേഹത്തെ ഇനി ഞാൻ കറാച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് എല്ലാം തന്നെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നടന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു.
അതായത് പറയുകയാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ് പർവേഷ് ഇലാഹി എന്നെ റെഡ് ഫോർട്ടില് വളരെ സ്നേഹത്തോടെ തന്നെയാണ് ക്ഷണിച്ചത്. അതെനിക്ക് സന്തോഷമുണ്ടാകുന്ന ഇവിടെ കാര്യമാണ്. വന്നിരുന്ന ഒരു ന്യൂസ് പേപ്പറിലെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. അതിൽ അക്ബർ ഖാൻ ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഫിറോസ് ഖാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതും ഞങ്ങൾക്ക് ബന്ധമില്ലെന്നും. ആ അക്ബർ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പറയുകയാണെങ്കിൽ ആ പ്രൊഡ്യൂസർ ഒരു പടത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു പടം എടുത്തിട്ടുണ്ട്. ആ സിനിമയിൽ എനിക്ക് തെറ്റായിട്ടെന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ലാംഗ്വേജിന്റെ കാര്യത്തിൽ മാത്രമാണ്. നമ്മുടെ മഹാഭാരതം ഉണ്ടാക്കപ്പെട്ടു. പറയുകയാണെങ്കിൽ അതൊരു മുസ്ലിം റൈറ്റർ എഴുതിയിട്ടുണ്ട്, റഹീം മാസൂം റസാഖ്. ആ സമയത്ത് ഒരു ക്രിറ്റിസിസം വന്നിരുന്നു, മഹാഭാരതം എങ്ങനെ ഒരു മുസ്ലിം എഴുതുമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ റായ് സാബ് ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കി. മഹാഭാരതം കാഠിന്യമുള്ള സംസ്കൃതം കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദുസ്ഥാനി, പാരമ്പര്യമായിട്ടുള്ള ഹിന്ദി ചിലർക്ക് മാത്രമേ മനസ്സിലാവൂ. ഈ ലാംഗ്വേജിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ സിനിമകൾക്ക് ഒരുപാട് പങ്കുണ്ട്. ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് ഉറുദു ഹിന്ദു ചേർന്ന് വന്ന ലാംഗ്വേജാണ്. അതുകൊണ്ട് എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ ആ സിനിമ കുറച്ച് വീക്കായിപ്പോയി, റിലീസ് ഡേറ്റും കുറേ അധികം മാറിപ്പോയി. അതായത് പാവം അക്ബർ നല്ലൊരു ഫിലിം മേക്കറാണ്, അതുമല്ല നല്ലൊരു സിനിമയും അദ്ദേഹം നേരത്തെ എടുത്തിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ പാകിസ്ഥാനിലോട്ട് പോയപ്പോൾ, അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ കുടുങ്ങിപ്പോയി. ഒരു സൈഡ് ചേട്ടൻ, ഒരു സൈഡ് സിനിമ. ഒരു സൈഡിൽ ഫിറോസ് ഖാനും ഒരു സൈഡിൽ താജ്മഹലും. പക്ഷേ ഇക്കാര്യം സത്യമാണോ? താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ മുഖ്താർ അബ്ബാസ് നഖ്വി BJP ലീഡർ, അദ്ദേഹം താങ്കൾക്ക് സപ്പോർട്ടായിട്ട് സ്റ്റേറ്റ്മെന്റ് നൽകി. അതുകൊണ്ട് അക്ബർ ഖാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു, അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് അക്ബർ ഖാൻ പറഞ്ഞു. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ നഖ്വി സാറിന്റെ വേറൊരു ലൈൻ ഉണ്ടായിരുന്നു. ആദ്യം അദ്ദേഹം ഞാനൊരു നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ നാഷണലിസ്റ്റ് ആണെന്നൊരു അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അത് ഞാൻ പാകിസ്ഥാനിന് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ ഇന്ത്യയിൽ പറയില്ലെന്നാണോ? പക്ഷേ പാകിസ്ഥാൻ വെറുപ്പ് കൊണ്ടുണ്ടായ നാടാണെന്ന് ഞാൻ പറഞ്ഞതേയില്ല. അദ്ദേഹത്തിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ആ കട്ടിങ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതും എന്റെ കയ്യിലുണ്ട്. നഖ്വി സാറ് പറഞ്ഞത്, ഞാനിവിടെ എല്ലാ സത്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ആങ്കർ എന്ന രീതിയിൽ നിങ്ങളോട് ഞാൻ നല്ല റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനുമാണ്. അക്ബർ അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത് തന്നെ. ഇത് എന്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചിട്ട്. ശരി, നിങ്ങളതിനെ അഭിനന്ദിച്ചു, ഞാനതിന് നന്ദിയും പറയുന്നു. നഖ്വി സാർ ഞാനൊരു നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞു, അതിന് ഞാൻ നന്ദിയും പറയുന്നു. പക്ഷേ വേറൊരു നാടിനെ കുറ്റം പറഞ്ഞ് ഞാൻ ഒരിക്കലും ഒരു നാഷണലിസ്റ്റ് ആവില്ല. എൻ്റെ നാടിനെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ വേറൊരു നാട് നല്ലത് ഇത്, അതിനെ ഞാൻ അഭിനന്ദിച്ചേ പറ്റൂ. ഒരു പക്ഷേ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് എടുത്തു പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കണം. ഞാനൊരു സ്വതന്ത്രനായ മനുഷ്യനാണ്, എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പാകിസ്ഥാനിലെ ജനങ്ങളെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അവരെനിക്ക് അത്രമാത്രം റെസ്പെക്ട് തന്നിട്ടുണ്ട്, അവരെന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അത് ഓർത്താൽ തന്നെ എൻ്റെ കണ്ണിൽ കണ്ണീര് നിറയും. ഇത് നോക്ക്, ഇത് നഖ്വി സാറിൻ്റെ ന്യൂസാണ്. BJP സൺഡേ ന്യൂസിൽ ആക്ടർ ഫിറോസ് ഖാൻ ശരിക്കുമുള്ള രാജ്യസ്നേഹിയാണ്. അദ്ദേഹം പാകിസ്ഥാനെ കുറ്റം പറഞ്ഞതിനാലും അവിടെയുള്ള മുസ്ലിംസിനെ പറ്റി പറഞ്ഞതുകൊണ്ടും എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി കുറച്ച് മസാലയെല്ലാം ചേർത്തിരിക്കുക. അതെ, സത്യമാണ്. എന്തളവിൽ മസാല ഇട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാ അത് കഴിച്ചവരുടെ വായെല്ലാം എരിഞ്ഞുപോയി. BJP വൈസ് പോലെ പാകിസ്ഥാൻകാർക്ക് എരിവ്. അതെ, എരിവ് കൂടി. ഇങ്ങനെയുള്ള ന്യൂസൊക്കെ മീഡിയ ഇവിടെ നിന്ന് അവിടെ ഇട്ട്, അവിടെ നിന്ന് ഇവിടെ ഇട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു രീതിയിൽ അത് പ്രസിഡന്റ് മുഷറഫിന്റെ അടുത്ത് വരെ പോയി. ഇപ്പോൾ താങ്കൾ പ്രസിഡന്റ് മുഷറഫിനോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? അദ്ദേഹമല്ലേ താങ്കളെ ബാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എന്നോട് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ റൈറ്റ്സ് ആണ്. അത് ശരിയെന്ന് ഞാൻ ഒരിക്കലും തന്നെ പറയില്ല. എന്താന്ന് വെച്ചാ, ഞാൻ പ്രസിഡന്റ് മുഷറഫിന്റെ നല്ലൊരു ഫാനാണ്. അദ്ദേഹം ഒരു മിലിറ്ററി ലീഡർ മാത്രമല്ല, നല്ലൊരു രാഷ്ട്രീയക്കാരനുമാണ്. പാകിസ്ഥാനെ പറ്റി നല്ലൊരു വിഷനും അദ്ദേഹത്തിനുണ്ട്. താങ്കൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയില്ലേ? താങ്കളാണ് ആദ്യത്തെ പ്രൊഡ്യൂസറും ഡയറക്ടറും, അതായത് ഒരു പാകിസ്ഥാൻ പെണ്ണിന് ഹിന്ദി സിനിമയിൽ പാടാൻ ചാൻസ് കൊടുത്തത്. എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ, ഇൻഷാല്ലാ അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തിയിരിക്കും. രജിത് സാർ, അതിൽ യാതൊരു സംശയവും വേണ്ട. ഉറപ്പായിട്ടും ഞാൻ അദ്ദേഹത്തെ എവിടെയെങ്കിലും മീറ്റ് ചെയ്യും. പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റെക്കോർഡ്സിലുണ്ട് 1980 താങ്കൾ നാസിയാസിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ആദ്യമായിട്ട് എൻ്റെ സിനിമയിൽ ഡബിൾ ട്രാക്ക് യൂസ് ചെയ്തു. വോയിസിൽ നേസിയയുടെ സിംഗിങ്ങിൽ നേസൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഡബിൾ ട്രാക്ക്, 24 ട്രാക്കും ഡബിൾ ട്രാക്കായിരുന്നു. നേസിയ സെൻസേഷനായി അതിന് ശേഷം. ഇപ്പോൾ ഈ കോൺട്രവേഴ്സിയെക്കുറിച്ച് ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. താങ്കൾ ആ ലാസ്റ്റ് റോയിൽ നിങ്ങൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾ എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ സോളിഡാരിറ്റി പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരുന്നത്. താങ്ക് യു. ആരും പറയാത്ത സത്യങ്ങൾ നിങ്ങൾ അവരോട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫിലിം ഇൻഡസ്ട്രിയിൽ പാകിസ്ഥാൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് സ്റ്റാറാക്കി ആ സിനിമ ഇൻഡസ്ട്രിയെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ബോർഡർ കടന്നു വന്ന് ഞങ്ങളുടെ പടങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഗസലുകൾ പാടുന്നുണ്ട്. ഇപ്പോൾ അവർക്കുള്ളൊരു അവസരമാണിത്. അവരവിടെ പോയിട്ട് ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇദ്ദേഹം സത്യം മാത്രമാണ് പറഞ്ഞത്. ഇദ്ദേഹം നേരിട്ട കാര്യങ്ങൾ തെറ്റാണെന്ന് അവരാണ് പറയേണ്ടത്. താങ്ക് യു. താങ്ക് യു. ഈ പോരാട്ടത്തിൽ താങ്കൾ ജയിച്ചിരിക്കുകയാണ്. ജനങ്ങൾ താങ്കളുടെ പക്കമാണ്. ഞാൻ ഫിറോസ് ഖാൻ സാറിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയി വേറൊരു രാജ്യമായിരുന്നാലും, അതായത് പാകിസ്ഥാനായാലും, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനത്തെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങൾ അഭിമാനം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒരു രാജ്യം താങ്കളെ ബാൻ ചെയ്തെന്ന് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ഈ രാജ്യത്തുള്ളവരെല്ലാം താങ്കളുടെ ഒപ്പം തന്നെയുണ്ട്. എല്ലാ മുസ്ലിങ്ങളും താങ്കളുടെ കൂടെയാണ്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ അഭിമാനം എപ്പോഴും ഉയർത്തണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ വിശ്വാസമുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഒരു കവിത ചൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. कठिन मरहलों से गुजरना पड़ेगा, अगर जीना है 100 बार मरना पड़ेगा. ഖാൻ സാർ, സത്യത്തിൽ ജനങ്ങൾ താങ്കളോടൊപ്പമാണ്. ജനങ്ങൾ ഈ പ്രശ്നത്തിൽ താങ്കളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. താങ്കളുടെ ബഹുമതി കൂടിയിരിക്കുന്നു. പക്ഷേ കുറ്റാരോപണത്തിന്റെ ലിസ്റ്റ് വലുതാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ഫിറോസ് ഖാൻ സാറിനോട് അദ്ദേഹത്തിന്റെ സിനിമയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ കുറിച്ചും നമുക്ക് ചോദിക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ ചോദ്യശരങ്ങൾക്ക് നടുവിലിരിക്കുന്നത് പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ഫിറോസ് ഖാനാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫിറോസ് ഖാനിനെതിരായിട്ടുള്ള കുറ്റാരോപണം. താൻ മാത്രമേ പ്രധാനി എന്ന് അദ്ദേഹം കരുതുന്നു. ഫിറോസ് ഖാൻ സാർ, താങ്കളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ 45 വർഷമായിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ താങ്കളെ അല്ലാതെ താങ്കൾ മറ്റാരെയും വലുതായിട്ട് കാണുന്നേയില്ല. എനിക്ക് ഗാലിബ് സാറിന്റെ ഒരു കവിത ഓർമ്മ വരുന്നുണ്ട്. രജിത് സാർ, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, हमने माना कि कुछ नहीं गालिब, हमने माना कि कुछ नहीं गालिब, मुफ्त हाथ आए तो बुरा क्या है. അതേപോലെ തന്നെ ഈ സമയത്ത് നിങ്ങളുടെ ചോദ്യത്തിന് ഗാലിബ് സാറിന്റെ വേറൊരു കവിത ഞാൻ പറയാം. हैं और भी दुनिया में सुखनवर बहुत अच्छे कहने वाले, हैं और भी दुनिया में सुखनवर बहुत अच्छे कहते हैं कि गालिब का है अंदाज़ बयां. और ഞാനൊരു ഇൻസിഡന്റ് ഓർമ്മപ്പെടുത്തുകയാണ്. രാജ്കുമാർ, അദ്ദേഹം ഒരു വലിയ ആർട്ടിസ്റ്റാണ്, ഇപ്പോൾ ഇല്ല. അതെ, വളരെ വലിയൊരു actor ആണ്. ഊഞ്ചേ ലോക് സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ അതെ. ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, രാജ്കുമാർ സാർ താങ്കളോട് ഒന്ന് പറഞ്ഞിരുന്നു, അതായത് ഡയലോഗ് എങ്ങനെ സംസാരിക്കണമെന്ന്. പക്ഷെ താങ്കൾ അത്രയും വലിയ സ്റ്റാറിനോട് പോലും പോയി പണി നോക്കാനാണ് പറഞ്ഞത്. അതെ, ഇത് വന്നിട്ട് ശരിക്കുമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ദൈവം സ്വർഗത്തിലൊരു സ്ഥലം കൊടുക്കണം. ഞാൻ അദ്ദേഹത്തോട് അപ്പോഴേ പറഞ്ഞിരുന്നു, അതായത് രാജീവ്, ഞാൻ നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ നല്ലൊരു നടനാണ്. ഞാൻ എൻ്റെ സ്റ്റൈലിൽ സംസാരിക്കാം, നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിൽ സംസാരിച്ചുള്ളൂ. ഞാനതിൻ്റെ ടൈമിങ് മാച്ച് ചെയ്തോളാം. കാരണം രാജ് സാറ് ഡയലോഗ് സംസാരിക്കുമ്പോൾ നേരെ നിന്ന് സംസാരിക്കാറില്ല. ദേ ഇതുപോലെ ക്യാമറ ഇവിടെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. പക്ഷേ ചോദ്യം അദ്ദേഹം ചോദിക്കും, ഉത്തരവും അദ്ദേഹം തന്നെ പറയും. അങ്ങനെ കാരണം വേറൊരു അഭിനേതാവ് മുഖം നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കുറവുകളൊക്കെ എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാകും. എല്ലാവർക്കും ഓരോ കുറവുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആരും തന്നെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടില്ല. അത് ശരിയല്ലേ? പക്ഷേ ഈ കാര്യം സത്യമാണോ? താങ്കളോടൊപ്പം അഭിനയിച്ച എല്ലാ ഹീറോയിൻസും, അത് ഹേമാമാലിനി ആണെങ്കിലും സീനത്തമ്മൻ ആണെങ്കിലും ശരി, മുംതാസ് ആണെങ്കിലും ശ്രീദേവി ആണെങ്കിലും ശരി, എല്ലാവരോടും താങ്കൾ പറയുന്ന ഒരേ ഒരു കാര്യം, നീ സുന്ദരിയാണ്, എല്ലാവരെക്കാളും നീയാണ് സുന്ദരി. അതിപ്പോൾ പറയുകയാണെങ്കിൽ, സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് സ്ത്രീകളോട് എപ്പോഴും ബഹുമാനമാണ്. എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു സ്ത്രീ മനുഷ്യൻ്റെ അമ്മയായിരിക്കും, ഒരു ഭാര്യയായിരിക്കും, ഒരു അനിയത്തിയായിരിക്കും. ഒരു സ്ത്രീയുടെ സ്നേഹം, കരുണ, അത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണെന്ന് ഞാൻ പറയും. എൻ്റെ അമ്മയുടെ അവസാന നാൾ വരെയും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വേറൊരു കാര്യം പറയാം, എൻ്റെ പേര് ഒരുപാട് ഹീറോയിൻസിൻ്റെ കൂടെയും ലിങ്കായിട്ടുണ്ട്. പക്ഷെ എൻ്റെ പ്രിൻസിപ്പിൾസ് വളരെ ക്ലിയറാണ്. ഞാൻ അവരെ ഫ്ലാറ്റർ ചെയ്യും, അവർക്ക് ഞാൻ നല്ല സംരക്ഷണം കൊടുക്കും. നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് പറയും, നീ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ബെസ്റ്റ് എടുക്കും. എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ബെസ്റ്റ് എടുക്കണം. ഒരുപാട് ഹീറോയിൻസിനെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ബെസ്റ്റും ഞാൻ എടുത്തിട്ടുണ്ട് ഇൻ മൈ പിക്ചേഴ്സ്. എക്സാമ്പിൾ ഡ്രീം ഗേൾ ഹേമമാലിനി. ഐ മീൻ സീസ, മൈ ഗോഡ്, ഷീ ലുക്സ് വേറെ ഒരു സിനിമയിലും ഇത്രയധികം അഴകുണ്ടായിട്ടുണ്ടാവില്ല. ദെൻ ധർമ്മരത്ന,
അത് സത്യമാണ്. ധർമാത്മാ സിനിമയിൽ അവർ സുന്ദരിയായിട്ടുള്ള അത്ര വേറൊരു സിനിമയിലും ഇല്ല. കുർബാനി സിനിമയിൽ സീനത്തമ്മനും സുന്ദരിയായിരുന്നു. അതുപോലെ മറ്റൊരു സിനിമയിലും കണ്ടിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ അറിഞ്ഞു, താങ്കൾ ജോലിക്ക് വേണ്ടി രാത്രിയെ പകലെന്ന് പറഞ്ഞാലും സമ്മതിക്കുമെന്ന്. ഇല്ല, ഞാനിത് ഷർമിള ടൈഗോറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാട്ട്. जो तुमको पसंद वही बात कहेंगे, तुम दिन को अगर रात कहो रात कहेंगे. മുംതാസിന് വേണ്ടി താങ്കളുടെ സിനിമയിൽ ഫോർമുല 1 കാർ റേസിംഗ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി കോടിക്കണക്കിന് ചെലവാക്കുകയും ചെയ്തു. അതെ, അത് നോക്കുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ഒരു സെന്റിമെന്റ് ഉണ്ട്. ആ കാലത്ത് മുംതാജ് എൻ്റെ ഫേവറേറ്റ് ഹീറോയിൻ ആയിരുന്നു. അതുമല്ല നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് 6 സിനിമയോളം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 7ാമത്തെ സിനിമ എൻ്റെ സിനിമ അപ്രാത്. ആ പെണ്ണിനെ ഞാനിപ്പോൾ എന്താ പറയേണ്ടത്? ആ സമയത്ത് എല്ലാവരും പറയാറുണ്ട് എനിക്ക് മുന്നേ തന്നെ അവർ സ്റ്റാറായി കളഞ്ഞു. ആ സിനിമയുടെ പേര് കിലോന, റാമൂർ ശ്യാം. ഈ 2 പടത്തിൽ തന്നെ സ്റ്റാറായി. ആ സമയത്ത് ഞാൻ ആക്ഷൻ പടത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു, അവരും ആക്ഷൻ പടത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ആക്ഷൻ സിനിമകളെ സ്റ്റൺ പിക്ചർ എന്നാണ് പറയാറുണ്ടായിരുന്നത്. മറ്റുള്ള സിനിമകളെ സോഷ്യൽ ഫിലിം എന്ന് പറയും. അൺലൈക്ക് ടുഡേ, ഇന്നിപ്പോൾ ആക്ഷൻസ് ഉണ്ട്, ത്രിൽസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ സോഷ്യൽ എന്ന ആ വേർഡ് പോയി. അപ്പോൾ പെണ്ണെന്നോട് പറഞ്ഞു, മോമു നിങ്ങളുടെ പടത്തിൽ എനിക്ക് സൈൻ ചെയ്യണമെന്ന്. ആ സമയത്ത് ഷൂട്ടിംഗ് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ $50,000, $50,000. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് വളരെയധികം കുറവായതുകൊണ്ട് ഗവൺമെന്റ് എക്സ്ചേഞ്ചിന് വേണ്ടി പൈസയെ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. അതെ, ബാങ്ക് ഗ്യാരണ്ടി. അതെ, ഫോറിൻ എക്സ്ചേഞ്ച് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ. ഷൂഷലിംഗ് ബജറ്റിലാണ് ഞാൻ പോയത്. അപ്പോൾ അവർ പറഞ്ഞത്, ഫിറോസ് നീയും ഒരു കാലത്ത് നല്ലൊരു ഡയറക്ടറായിട്ട് വരുമെന്ന് എന്നോടപ്പോൾ അവർ പറഞ്ഞു. ഞാൻ ഒരു നല്ല ഡാൻസർ, പിന്നെ എന്തിനാ ഒരു കോറിയോഗ്രാഫർ ആവുന്നത്, പണത്തെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഇതുപോലെയാണ് അവരുടെ പ്രൊഫഷണലിസം ഉണ്ടായിരുന്നത്. അതുപോലെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ മോളെ കല്യാണം കഴിക്കുമെന്ന്. ഇത് വളരെ നൊസ്റ്റാളജിക്കായ ഒരു കാര്യമാണ്. ഇപ്പോൾ താങ്കളുടെ ഫേവറേറ്റ് ഹീറോയിനോടൊപ്പം താങ്കൾ 6 സിനിമകളാണ് ചെയ്തത്. ഇപ്പോൾ ബന്ധുവായി. അതെ അതെ, ബന്ധുവായി, ഞങ്ങൾ സ്വന്തക്കാരായി. ഇപ്പോൾ ആ ബന്ധുവിനെ വെച്ച് സിനിമ എടുക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എൻ്റെ അറിവിലിപ്പോൾ മുംതാജിന് സിനിമയിൽ അഭിനയിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. ഈ അടുത്തുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് സെറ്റിലായി, ഇനി അഭിനയിക്കത്തൊന്നുമില്ല. പർവീൻ ഖാൻ നല്ല ആക്ടറാണ്, എല്ലാ പടങ്ങളിലും നല്ല റോൾസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പടങ്ങളിൽ സെക്സ് ആൻഡ് എക്സ്പോഷർ അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ, എന്തുകൊണ്ടാ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ഒരു വിധത്തിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കൊലപാതക സിനിമയൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ആ പടം എടുത്ത എക്സ്പോഷറിൻ്റെ അളവിൽ ഞാൻ ഇതുവരെ എടുത്ത ഒരു സിനിമയിലും. പക്ഷെ അദ്ദേഹത്തിന് നിങ്ങൾ അഭിനയിക്കാൻ അവസരം കൊടുത്തില്ല. ഞാൻ അവസരം കൊടുത്തില്ലെന്നോ? അതായത് ഞാൻ അവരോട് നേരിട്ട് തന്നെയാണ് പറയുന്നത്, ജീവിതം ഒരുപാട് വിചിത്രമാണ്. ഞാൻ ഇതുവരെ ഒരു 8 സിനിമകളോളം എടുത്തിട്ടുണ്ട്. അതിൽ 4 സൂപ്പർ ഹിറ്റ് ഫിലിംസ് ഉണ്ട്, 3 എണ്ണം ഒരു സെമി ഹിറ്റ്സാണ്. ഒരു പടം മാത്രമാണ് ഫ്ലോപ്പ്. അതെൻ്റെ ആദ്യത്തെ പടമാണ്. എൻ്റെ മകൻ വെച്ചാണ് ആ സിനിമ എടുത്തത്, പ്രേമകൻ. പക്ഷേ എൻ്റെ സ്റ്റാൻഡ് അപ്പ് തെളിവായി കഴിഞ്ഞു. ബെസ്റ്റ് ന്യൂ കമറിനുള്ള ഫിലിം അവാർഡ് അവന് കിട്ടി. അതിനുശേഷം ജാനഷിൻ വന്നു. ജാനഷിൻ ഒരു ഹിറ്റ് ഫിലിമായിരുന്നു. അതായത് അവസരമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉറപ്പായിട്ടും അവനൊരു നല്ലൊരു ആക്ടറാണ്. എൻ്റെ വലിയ ക്രിട്ടിക്ക് ഞാൻ തന്നെയാണ്. എൻ്റെ ജോലിയെ ഞാൻ തന്നെ വിമർശിക്കേണ്ടി വരും. അവനൊരു നല്ല ആക്ടറാണ്, നല്ലതുപോലെ ഇമ്പ്രൂവ് ആകേണ്ട ഒരു ആക്ടറാണ്. അവന് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട്. കുട്ടിക്കാലത്ത് താങ്കളുടെ അച്ഛൻ അടിച്ചതുപോലെ താങ്കൾ ഫർദീനെ അടിക്കാറുണ്ടോ? ഫർദീനും ഞാനും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും. നമ്മളൊന്നും തന്നെ മറച്ചു വയ്ക്കില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എലാബറേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൂട്ടുകാരെ പോലെ ഡിസ്കസ് ചെയ്യും. എൻ്റെ മോളും അതുപോലെയാണ്. അവൾ 2 ഡിഗ്രി ഫിനിഷ് ചെയ്തു. 1 ഡിഗ്രി ആർട്സിലാണ് എടുത്തത്. ജനങ്ങൾ താങ്കളെ റോഡിൽ വെച്ചൊക്കെ കാണുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? യങ്ങർ ജനറേഷൻ താങ്കളെ ഫർദീൻ ഖാന്റെ അച്ഛൻ എന്നുള്ള രീതി കാണുമ്പോൾ ഇതെല്ലാം വന്നിട്ട് ചില സമയങ്ങളിൽ നടക്കും. ചില സമയത്ത് 10 പേര് അവരുടെ കൂടെ ഉണ്ടാവും, 9 പേര് എൻ്റെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ നടക്കാറുണ്ട്. ഇതെല്ലാം ഗെയിമിൻ്റെ ഒരു പാർട്ടാണ്. हवा भी खुशगवार है, गुलों पे भी निखार है, तरन्नुमे हजार है, बहार पर बहार है. कहाँ चला है साखिया, इधर तो लौट इधर तो आ. अरे ये देखता है क्या, उठा सुबह सुबह उठा, सुबह उठा के प्याला भर के दे इधर. चमन की मस्त कर नजर, समा तो दे क्या बेखबर. ये काली काली बदलियां उफ़क़ पे हो गई हैं यहाँ. ये एक हुजूम में मैं कशां है, सूए मैं कदा रवां. ये क्या गुमा है बदगुमा, समझ ना मुझको ना तवां. ख्याल ज़ुहुद अभी कहाँ, अभी तो मैं जवान हूँ.
इबादतों का जिक्र है, निजात की भी फिक्र है, जुनून है सवाब का, ख्याल है अजाब का। अजी सुनो तो शेख जी, अजीब शय हैं आप भी, भला शबाब और आशिकी अलग हुए भी हैं कभी। हसीन जलवरेज हों, अदाएं फित्न खेज हों, हवाएं इत्रबेज हों, तो शौक क्यों न तेज हो। चलो जी किस्सा मुख्तसर, तुम्हारा ही नुख्ते नज़र दुरुस्त है तो हो, मगर अभी तो मैं जवान हूँ। താങ്കൾ ഏത് രീതിയിലുള്ള സിനിമകളാണ് എടുക്കുന്നത്, അത് കാണുന്ന ജനങ്ങൾ അത് ഏത് രീതിയിൽ എടുക്കുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഫിറോസ് ഖാന്റെ സിനിമയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിറോസ് ഖാനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫിറോസ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ ബോൾഡായ സിനിമകൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് പറയേണ്ടത്? താങ്കൾ ബോൾഡായിട്ടുള്ള സിനിമകൾ എടുക്കുന്നുണ്ടോ അതോ ഹീറോയിൻസിനെ ആവശ്യമില്ലാതെ എക്സ്പോസ് ചെയ്യുന്നുണ്ടോ? എനിക്കൊരു കവിത ഓർമ്മ വരുന്നുണ്ട് രജിത് സാർ. अच्छी सूरत भी क्या बुरी शय है, जिसने डाली बुरी नजर डाली. ഇത് ഗാലിബ് സാറിന്റെ കവിതയാണ്. अच्छी सूरत भी क्या बुरी शय है, जिसने डाली बुरी नजर डाली. അതായത് ഞാൻ ഇതുവരെ ഒരു ഹീറോയിൻസിൻ്റെയും ഡ്രസ്സ് പോയി അഴിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ ഏത് സിനിമ വേണമെങ്കിലും എടുത്തോളൂ. എനിക്ക് വൾഗറായിട്ടുള്ള സിനിമകൾ എടുക്കാൻ ഇഷ്ടമില്ല. അത് വളരെ താഴ്ന്ന ചിന്താഗതിയാണ്. പക്ഷേ ഞാൻ വളരെ സെൻഷ്വലായിരുന്നു. എൻ്റെ സിനിമകളും എപ്പോഴും സെൻഷ്വലായിരുന്നു. അതിനൊരു മോഡേൺ രീതി കൊണ്ടുവന്നു. ഇതുവരെയുള്ള സിനിമകളല്ലാതെ എൻ്റെ സിനിമകൾക്ക് ഒരു ബോൾഡ്നെസ് ഉണ്ടായിരുന്നു. അതായത് അവർ ധരിക്കുന്ന ഡ്രസ്സായാലും ശരി, അതായത് തോന്നിയതെല്ലാം ഹീറോയിൻസ് ഇടുന്നത്, അതുപോലെ ഹീറോസ് ഇടുന്നത്. ഞാൻ കുർബാനി സിനിമ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഷോലെ സിനിമ കുറച്ച് വയലൻസ് കൂടുതലാണെങ്കിലും അതിന് യു സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷേ കുർബാനി സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത്. കാരണം ഹീറോയിന്റെ ഡ്രസ്സ് വളരെ കുറവാണെന്നുള്ള കാരണം. ആദ്യം എ സർട്ടിഫിക്കറ്റാണ് തന്നെ. പിന്നെ അത് മാറ്റാനായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തു ഒരുപാട്. ഞാനിത് ഷോലോയിൽ എക്സാമ്പിളായിട്ട് കാണിച്ചു. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തു. പിന്നെയാണ് കുർബാനി റിലീസായത്. അത് എ സർട്ടിഫിക്കറ്റ് അല്ല. പക്ഷേ ജാബാസ് പക്ഷേ എ ആയിരുന്നു. ആദ്യം താങ്കളുടെ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകി. എ വന്നിട്ട് ഞാൻ യു ഐക്ക് മാറ്റി. വഴക്കുണ്ടാക്കി. ഇല്ല, ഡൽഹിക്ക് പോയി. ദയാവാൻ എന്ന സിനിമയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. ആ സിനിമയിൽ മാധുരി ദീക്ഷിത്തും വിനോദ് ഖന്നയും 1 മിനിറ്റ് കിസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. അതെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സെൻസർ ലേഡി ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സെൻസർ ലേഡിയാണ് അവിടെ ചീഫായിട്ടുണ്ടായിരുന്നത്. അവരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസർ. അവരൊരു ലേഡിയായിരുന്നു. അവർ ചോദിച്ചു, ഫിറോസ് സാർ എന്താ ഇത്? ഞാൻ പറഞ്ഞു, അതായത് മാഡം നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ എൻ്റേത് ലവ് മാരേജ് തന്നെയായിരുന്നു. അതെ, അവർ സമ്മതിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ആ സിനിമയിൽ ഒരു ആദ്യരാത്രി സംഭവിക്കുന്നുണ്ട്. ഒരു കപ്പിൾ അവിടെ ഉണ്ട്. ആ സിനിമയിലൊരു സീനിൽ ഒരു ഗാനവും പോകുന്നുണ്ട്. ഇന്ന് വീണ്ടും എനിക്ക് പ്രേമം വന്നു, അത് അളവിലധികമായിട്ട് വന്നു എന്ന്. അതാണ് നമ്മുടെ സിനിമയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കിസ്. ഏകദേശം ഒരു 1.5 മിനിറ്റ് ഉണ്ടാകും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മൊത്തവും കട്ട് ചെയ്യാൻ തുടങ്ങി കട്ട് ചെയ്തേക്ക്, പക്ഷേ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യരുത്. ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, പക്ഷേ അവർ ഡിഗ്നിഫൈഡ് ആയിരുന്നു. യെസ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. മെമ്പേഴ്സും അപ്പോൾ വന്നു. ആ സിനിമയിൽ എവിടെയാണ് വൾഗാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾ പറയും. ഒരു പുരുഷൻ അവൻ്റെ ആദ്യ രാത്രിയിലാണ് ഉള്ളത്, ഭാര്യയുടെ കൂടെ ബെഡിലാണുള്ളത്. ഇത് അവരുടെ സീനാണ്. ഇതിലെന്താ തെറ്റുള്ളത്? എനിക്കിതിൽ യാതൊരു തെറ്റ് കാണുന്നില്ല. ഒരു കിസ്സിംഗ് സീൻ വെച്ചിട്ട് അതിലൊരു തെറ്റില്ലെന്ന് പറഞ്ഞങ്ങനെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ ലോങ് ആയിട്ടുള്ള കിസ്സിംഗ് സീൻ ഇതാണ്. ഇത് തെറ്റില്ലെന്ന് താങ്കൾ പറഞ്ഞു. ഐ മീൻ റീ സാർ, ഞാനിപ്പോൾ എന്താ പറയേണ്ടത്? ആക്ച്വലി നോക്കുകയാണെങ്കിൽ 24 മണിക്കൂറും കിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം മാധുരി ദീക്ഷിത്തിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ലെന്നാണ് അവർ പറഞ്ഞത്. അതായത് എനിക്ക് മാധുരി ദീക്ഷിത്തിൻ്റെ അടുത്ത് ഒരുപാട് ബഹുമാനമുണ്ട്. എൻ്റെ ആ കാലത്ത് അവർ മികച്ചൊരു ആക്ട്രസ് ആയിരുന്നു. ഇത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ വളരെ ആശ്ചര്യമായിട്ടുണ്ടായിരുന്നു, വളരെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു ഗണ്ണ് വച്ചിട്ട് നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്നല്ല ഞാൻ പറഞ്ഞത്.
അതായത് ഷൂട്ടിംഗ് സമയത്ത് അവരുടെ അമ്മ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് പറഞ്ഞു, മാധുരി നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറയേ ആ സീനിൽ വെറും 3 പേഴ്സൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ക്യാമറ ഓപ്പറേറ്റ് ചെയ്തു. എൻ്റെ കമൽ ബോസ് വൺ ഓഫ് ദ മോസ്റ്റ് നല്ലൊരു ലൈറ്റിംഗ് മാനായിരുന്നു. അയാൾ വിമിൾറോയുടെ കാലത്തുള്ള ക്യാമറമാനായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിനൊരു 70 വയസ്സുണ്ടാവും, എന്നാലും നല്ല ഫിറ്റായിരുന്നു. ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ 3 പേര് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സെറ്റ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്ലമ്മിൽ, നമ്മുടെ ദയാവൻ സെറ്റ്. ഞാനാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത്. ഓപ്പറേറ്ററിനോട് ഓപ്പറേറ്റ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതും അവരുടെ അമ്മയോട് പോകാനായിട്ട് പറഞ്ഞു. അമ്മ പോയത് വളരെയധികം നന്നായി, അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിളായിട്ട് അവർക്ക് ഫീലായേനെ. പക്ഷേ മാധുരി അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഫീലായി. അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അവരെന്താ വല്ല ലഹരിയിലുമായിരുന്നോ? എനിക്കതറിയില്ല. എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. പക്ഷെ അത് ശരിക്കും അതിശയം. എനിക്ക് അവരോട് നല്ല ബഹുമാനമുണ്ട്. അത് പറഞ്ഞ പറ്റൂ, എനിക്ക് അവരോട് നല്ല ബഹുമാനമുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ താങ്കൾ സിനിമ എടുത്താലും, അത് കുർബാനി ആണെങ്കിലും ധർമാത്മ ആണെങ്കിലും ജാബാസ് ആണെങ്കിലും, ഓരോ പ്രാവശ്യവും താങ്കൾ സെൻസറിൽ വഴക്കുണ്ടാക്കാറുണ്ട്. അതെ, അങ്ങനെ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗുഫ്തകയിലും ആർഗ്യുമെന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. ധർമാത്മയുടെ ടൈമിൽ വന്നിട്ട് ആ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് തന്നു. 48 പ്രാവശ്യം കട്ടും ചെയ്തു ആ സിനിമ. ധർമാത്മയുടെ ഷോയിൽ ആ 2 ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് വന്നു. ഞാനവിടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗുജറാത്ത് സാറ് ഇൻഫർമേഷൻ മിനിസ്റ്ററായിരുന്നു. 28 ദിവസം പോരാടി. അവർ പറഞ്ഞ 48 കട്ട്സ് ഞാനവിടെ അപ്പോസ് ചെയ്തു. എൻ്റെ ട്രെയിലറും ഞാൻ അങ്ങനെ തന്നെ അപ്പോസ് ചെയ്തു. രഞ്ജിത്ത് സാർ, 48 കട്ട്സ് കൊടുക്കുന്ന രീതിയിൽ എന്തിനാണ് താങ്കൾ അങ്ങനെ ഒരു സിനിമ എടുക്കുന്നത്? അതായത് നോക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചു പോയിട്ടേ താങ്കൾ വീണ്ടും കുർബാനി എടുക്കുകയാണെങ്കിൽ വീണ്ടും താങ്കൾ സെൻസറിനോട് വഴക്കുണ്ടാക്കാൻ പോവോ? ഇല്ല, ഉറപ്പായിട്ടും വഴക്ക് നടക്കില്ല. അതായത് ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, സെൻസേഴ്സും പഴയതുപോലെയല്ല. ലോകം ഇപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. താങ്കളുടെ വളരെ വലിയൊരു സിനിമയെ കുർബാനി അത് റീമേക്ക് ചെയ്യാൻ താങ്കൾ തീരുമാനിച്ചത് താങ്കളുടെ മകന് ഹിറ്റ് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് സത്യമാണോ? ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് രഞ്ജിത്ത് സാർ. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു ഹിറ്റ് ഫിലിമാണ്. അത് ഞാൻ എൻ്റെ ഫർദീന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പറയുകയാണെങ്കിൽ അതെൻ്റെ ജീവിത ലക്ഷ്യമെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ജയിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഹിറ്റ്സ്, ഫെയിലിയേഴ്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, കുർബാൻ എനിക്ക് വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു. ഞാൻ എടുത്ത സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ വളരെ ഹിറ്റായി. ഈ കാലത്തൊക്കെ സിനിമകളൊക്കെ ഒരുപാട് ടെക്നിക്സുമായിട്ടാണ് വരുന്നത്. എനിക്ക് തന്നെ അത് വളരെയധികം ചാലഞ്ചിങ് ആയിരുന്നു. ഞാൻ തന്നെ ഏകദേശം 6 മാസം എടുത്തു. അതായത് ഈ സിനിമ വീണ്ടും റീമേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ആ മ്യൂസിക്കിനെയും മാച്ച് ചെയ്യിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഫിറോസ് ഖാൻ, വിനോദ് ഖന്നെ അന്വേഷിക്കണം. നാസി ഹസനെ ഫിറോസ് ഖാൻ ആരാണ് വിനോദ് ഖന്ന? ഫിറോസ് ഖാൻ വന്നിട്ട് നമ്മുടെ ഫർദിൻ ഖാൻ ആയിരിക്കും. ഞാൻ അംജദ് ഖാൻ്റെ റോളാണ് പ്ലേ ചെയ്തത്. പിന്നെ വേറൊരു ഹീറോ സെറ്റായില്ല. പിന്നെ ഹീറോയിനും സെറ്റായില്ല. ജാക്കി ഷിറോഫും ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. വേറൊരു പെണ്ണും ശരിയായിട്ട് സെറ്റായിട്ടില്ല. ഡേറ്റ്സിൻ്റെ പ്രശ്നവുമുണ്ട്. എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ഡേറ്റ് നോക്കിയിട്ട് ആർട്ടിസ്റ്റ് എനിക്ക് സെറ്റായ എൻ്റെ ഒരു അറിവിൽ ഒരു 6 മാസം കൊണ്ട് സിനിമ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഫ്രം നവംബർ ടു ഏപ്രിൽ. അത് ഞാൻ കമ്മിങ് ദീപാവലിയിൽ റിലീസ് ചെയ്യും. താങ്കൾ അഭിനയിച്ച സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ താങ്കൾ അഭിനയിക്കുമ്പോൾ ഹീറോയും കൂടെ തന്നെ കാണും. ഒരുപക്ഷെ താങ്കൾ ഹീറോ ആണെങ്കിൽ സൈഡ് റോളിൽ ഒരാൾ കാണും. പക്ഷേ ഞങ്ങൾ കണ്ട സിനിമകളിലെല്ലാം എന്താണെന്ന് വെച്ചാൽ ആ മറ്റൊരു ഹീറോ മരിച്ചു പോകാറുണ്ട്. പക്ഷെ ഫിറോസ് ഖാൻ എപ്പോഴും രക്ഷപ്പെടും. അത് യാദൃച്ഛികമായിട്ട് നടന്നതാണ്. അത് അങ്ങനെ തന്നെയാണ് നടന്നത്. അതായത് ആ ജാനഷീന ഒഴിച്ച് ഫർദീൻ ഖാൻ എന്നെ വെടിവെച്ച് കൊല്ലും. മകനെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ? അപ്പോൾ ഈ പുതിയ സിനിമയിലും അങ്ങനെ തന്നെ സംഭവിക്കുമോ? ഫർദീൻ രക്ഷപ്പെടുമല്ലേ? അതിനെപ്പറ്റി ഒന്നും തന്നെ എനിക്ക് പറയാൻ സാധിക്കില്ല. എന്താന്ന് വെച്ചാൽ, അതായത് ഈ കാര്യം രഹസ്യമായിട്ട് വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമ റിലീസാകുന്നത് വരെ ഓഡിയൻസ് അത് കണ്ടിട്ട് തീരുമാനിക്കട്ടെ. താങ്കൾ ചോദിക്കൂ. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും അഭിനന്ദനാർഹമാണ്. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ വളരെ നല്ലൊരു കവിത പാടിയിരുന്നു. അതുകൊണ്ട് നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ഞാനും ഒരു 2 വരി കവിത പാടാമെന്ന് കരുതുന്നു. അത് मंजिल मिले न मिले इसकी आरजू नहीं मंजिल की राह में मेरा कारवां तो है. നല്ലത്. നിങ്ങൾ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കണം. ഞങ്ങളുടെ ആശംസകൾ സാർ. സാർ, ഇതിനു മുൻപ് താങ്കൾ കുർബാനി സിനിമ എടുത്തപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു പുതിയ മെർസിഡീസ് ബെൻസ് ആണ് താങ്കൾ തകർത്ത് കളഞ്ഞത്. സത്യം തന്നെയാണ്. ഇപ്പൊ രണ്ടാമതായിട്ട് എടുക്കാൻ പോകുന്ന കുർബാനിയിൽ ഏതാണ് തകർക്കാൻ പോകുന്നത്? ഫെറാരി. അതും മൊത്തം തകർത്ത് കളയോ അല്ലേ? അതെ, ഉറപ്പായിട്ടും 10 മടങ്ങ് കോസ്റ്റ്ലി ആയിട്ടുള്ള കാറ്. मंजिल मंजिल से पूछती है कि कहाँ है मंजिल,
हर एक मंजिल पर पहुंचकर सोचता हूं कि शायद यही है मंजिल। गर मंजिल पर पहुंचता हूं, दूर से लगता है मंजिल का नजारा सुहाना, इसी कश्मकश में है सारा जमाना। സാർ, നിങ്ങളുടെ ജീവിത രഹസ്യം എന്താണെന്ന് പറയാമോ? അതുകൊണ്ടാണോ സാർ ഇത്ര സ്മാർട്ടായിട്ടും യങ് ആയിട്ടും ഇരിക്കുന്നത്? ഇതിലിപ്പോ രഹസ്യം പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. മനസ്സ് ശുദ്ധമാണ്, സത്യസന്ധമായിട്ട് ജീവിക്കുന്നു. മനസ്സ് ശുദ്ധമായും സത്യസന്ധമായും ജീവിച്ചാൽ മാത്രം മതി. न मोहब्बत के लिए न दोस्ती के लिए वक्त रुकता नहीं किसी के लिए, अपने दिल को न दुख दे यूं ही इस जमाने की बेरुखी के लिए, वक्त के साथ साथ चलता रहे यही बेहतर है आदमी के लिए. ഖാൻ സാർ, ഇത് കൂടുതൽ ചോദ്യങ്ങളൊന്നും താങ്കളോട് ചോദിക്കാൻ വേണ്ടിയില്ല. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ നമ്മൾ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചത് പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആക്ടറായ ഫിറോസ് ഖാനോടാണ്. പാകിസ്ഥാനിൽ അദ്ദേഹം നൽകിയ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു. അദ്ദേഹം വ്യക്തമായി ഉത്തരം നൽകി. ആ സ്റ്റേറ്റ്മെന്റ് കാരണം ഒരു വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ പാകിസ്ഥാനിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് ചോദിച്ചു, അതുപോലെ അദ്ദേഹത്തിന്റെ ബോൾഡ്നെസിനെ കുറിച്ചും ചോദിച്ചു. ഇനി അടുത്തതായി ഇന്നത്തെ വിചാരണയെ കുറിച്ച് നമ്മുടെ ജഡ്ജി എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സൗഹൃദം നോക്കിയാൽ അത് കുറച്ച് പുറകോട്ട് പോയിരിക്കുകയാണ്. അവിടെ ലാഹോറിൽ ഉണ്ടായ ചില തെറ്റായ ധാരണകൾ, അത് ന്യൂസ് പേപ്പർ കാരണമായാലും വേറെ കാരണങ്ങൾ കൊണ്ടായാലും അവയൊക്കെ തുടച്ചു നീക്കുക എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ വളരെ കഴിവുള്ള നല്ല ആക്ടറാണ്, ഡയറക്ടറുമാണ്. അതിൽ ആർക്കും ഒരു സംശയവും ഇല്ല. നിങ്ങൾ ഒരു ഇന്ത്യനാണ്. ഞാനൊരു ഇന്ത്യനാണ് എന്ന് പറയുന്നതിൽ നിങ്ങൾ വളരെ അഭിമാനിക്കുന്നുണ്ട്. ഈ നീതിപീഠം പറയാൻ പോകുന്നത് എന്താണെന്നാൽ, ഈ തെറ്റായ ധാരണകളെ ഇല്ലാതാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഈ രണ്ട് രാജ്യങ്ങൾക്കും നല്ല വിഷയമാണ്. അതേസമയം ഞാനെന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് കാലമായി പകയും വിദ്വേഷമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയാൻ വിചാരിക്കുന്നത്, ആ ശത്രുക്കളെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി ചില സമയം ഒരു മനുഷ്യൻ തൻ്റെ ടെമ്പർ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു പെണ്ണിൻ്റെ മര്യാദയ്ക്ക് വേണ്ടി വളരെ വലിയൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് മുഷറഫിന്റെ മുന്നേ ഉണ്ടാക്കപ്പെട്ട ഈ തെറ്റായ ധാരണകൾ, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടുമുട്ടുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും പരിശ്രമിക്കുന്നതാണ്. നിങ്ങളെ ശരിയായ രീതിയിൽ പ്രസന്റ് ചെയ്യണം. അതോടൊപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഇവിടെയുള്ള ഓഡിയൻസ് താങ്കളോട് ഒരുപാട് ബഹുമാനമുള്ളവരാണ്. അവരെല്ലാം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട്. അവർക്ക് നിങ്ങളോട് ആരാധനയുണ്ട്, നിങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഈ സ്നേഹവും മര്യാദയും ദിവസം തോറും കൂടിക്കൊണ്ടേയിരിക്കണം. അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് സൗഹൃദം എന്ന ഒരു കാര്യം എല്ലാ മതങ്ങൾക്കിടയിലും വളരേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത് ഒരുപാട് കാലം ശക്തമായി നിലനിൽക്കുകയാണെങ്കിൽ നന്നാവുമെന്ന് തോന്നുന്നു. എൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്കുമേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും താങ്കളെ വിട്ടയക്കുന്നു. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, कुछ बात है कि हस्ती मिटती नहीं तुम्हारी, कुछ बात है कि हस्ती मिटती नहीं तुम्हारी, सदियों रहा है दुश्मन दौरे ज़मां तुम्हारा. ഈ ധൈര്യവും ആത്മവിശ്വാസത്തോടും കൂടി, ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ ഉപദേശത്തോടും കൂടി
ഫിറോസ് ഖാൻ എതിരായിട്ടുള്ള എല്ലാ തെറ്റായ വാർത്തകളും ഇല്ലാതാകുമെന്നാണ് കരുതുന്നത്. ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഫിറോസ് ഖാനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും അതിനേക്കാളും ഉപരി പാകിസ്ഥാനിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു അതിഥിയോടൊപ്പം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.